ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവിൽ നിന്നും പൂർണ്ണ സംരക്ഷണം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അസമാധാനത്തിൽ നിന്നും നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ, സ്വസ്ഥമായിരിക്കുവാൻ, ശാന്തമായ മനസ്സോടുകൂടെ, ആരോഗ്യമുള്ള ശരീരത്തോടുകൂടെ, സമാധാനമുള്ള അന്തരാത്മാവോടുകൂടെ നമുക്ക് ജീവിക്കാൻ, സ്വസ്ഥതയും സുരക്ഷിതത്വവും സൗഖ്യവും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകമായി 10ാം ക്ലാസ്സും +1 +2 പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാകുന്ന, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി തയ്യാറാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകാൻ, കൂടുതൽ നല്ല പോലെ ശ്രദ്ധയോടുകൂടെ പഠിക്കാനും ഉന്നത വിജയം ഓരോ കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ അലസത മാറാൻ, മടി കൂടാതെ പഠിക്കാനും പരീക്ഷ എഴുതാനും, ഭയം കൂടാതെ പരീക്ഷ എഴുതാൻ എല്ലാത്തിനും വേണ്ടി നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റെല്ലാ മേഖലയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാകാൻ ദൈവത്തോട് നിരന്തരമായി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് പ്രത്യേകം ദൈവത്തിൻ്റെ സുരക്ഷിതത്വം ആവശ്യമായ കാലമാണ്. അതിനാൽ എല്ലാ മേഖലയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാകാൻ, കർത്താവിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കാൻ, കർത്താവിൻ്റെ ജ്ഞാനം അവരിൽ നിറയാൻ, നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മയെ പാടെ ഉപേക്ഷിക്കാനുള്ള കരുത്ത്, ആന്തരിക ശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന മക്കൾക്ക് അനുഗ്രഹപ്രദമാകും. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമ്മെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ സുരക്ഷിതമായി ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം എല്ലാ മക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും സമാധാനം കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 71 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു. എന്നാൽ അവിടുന്നാണ് എൻ്റെ സുശക്തമായ സങ്കേതം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും നിൻ്റെ ശക്തമായ കരങ്ങളിൽ നീ കാത്തു സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനങ്ങളിൽ നിന്നും, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും, വെല്ലുവിളികളിൽ നിന്നും ആ മക്കളെ നീ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. അവരെ പൂർണ്ണമായി സംരക്ഷിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവരെ വിടുവിക്കണമേ. നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം വിദേശത്തേക്ക് പോകാനായി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുവിഷ്ടമെങ്കിൽ
അവർക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. SSLC +2 പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. CBSE ICSE എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് നീ ചൊരിയണമേ. കർത്താവേ, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുഷ്ടൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാൻ കർത്താവേ, നീ ഞങ്ങളുടെ മക്കളെ നീ അനുവദിക്കരുതേ. നിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളുടെ അന്തരാത്മാവിനെ നീ നിറയ്ക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ, ദൈവശക്തിയുടെ അടുത്തുപോലും ഈ ലോകത്തിലെ ഒരു സുഖങ്ങളോ ഒന്നും തന്നെ വരികയില്ല എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. കർത്താവേ, നിന്നെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മസുഖം, ആത്മസൗഖ്യം ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾ ഓരോരുത്തർക്കും നീ അനുഭവിക്കാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ സകല അശുദ്ധിയിൽ നിന്നും, ദുഷ്ടൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, മക്കളെ പ്രത്യേകമായി നീ കാത്തുകൊള്ളണമേ. വരും തലമുറയെ നീ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിൽ ഞാൻ ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചു തരുന്നു. അവരെ നീ കാത്തുകൊള്ളണമേ. നിൻ്റെ കരത്തിൽ നിന്നും ആർക്കും ഞങ്ങളുടെ മക്കളെ എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങളുടെ മക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കാവശ്യമായ ഉപദേശവും അവർക്കാവശ്യമായ മാർഗനിർദ്ദേശം എല്ലാം നീ നൽകി അവർക്കത് മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. ദൈവത്തിൻ്റെ വിളി അവർക്ക് മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഭീതി കൂടാതെ, ഭയം കൂടാതെ ഉറങ്ങാൻ കിടക്കാൻ കർത്താവേ, നീ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ ഉണ്ടാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് പ്രത്യേകം നമ്മെ രക്ഷിക്കട്ടെ. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവെ, ഈ വിശ്വാസത്തിൽ ഞങ്ങൾ ഈ രാത്രിയിൽ കിടന്നുറങ്ങുന്നു. നിന്റെ ശക്തമായ കരം ഞങ്ങൾക്ക് കാവലുണ്ടാകണമേ.
നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേട്ടതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായി നിങ്ങളുടെ മക്കളോടുകൂടെ ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.